ജീവിച്ചിരിക്കുന്ന ആളുകളെ മരിച്ചുവെന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. പാലക്കാട് പല്ലശ്ശന പഞ്ചായത്തിലെ പൂത്തോട് തറ നിവാസികളായ തങ്ക, രമേശ് എന്നിവരുടെ പേരുകളാണ് ഡിലീറ്റ് ചെയ്തത്. മരിച്ചുപോയി എന്ന് വിചാരിച്ചാണ് ഡിലീറ്റ് ആക്കിയതെന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന മറുപടി. ഫീൽഡ് വെരിഫിക്കേഷനിൽ വന്ന പിഴവാണെന്നും രണ്ടുപേരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നുമാണ് പല്ലശ്ശന പഞ്ചായത്ത് സെക്രട്ടറി പിന്നീട് അറിയിച്ചത്. മരിച്ചുപോയി എന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയ ആളുകളുമായി ഇരുന്ന് രാഹുൽ ഗാന്ധി ചായ കുടിച്ചത് വലിയ തോതിൽ വൈറലായിരുന്നു. സമാനമായ ഒരു സാഹചര്യത്തിലാണ് ഞാനും ഉള്ളത്. പാലക്കാട് ജില്ലയിലെ പല്ലശ്ശന പഞ്ചായത്തിൽപ്പെട്ട 34 വയസ്സുള്ള രമേശ് മരിച്ചു എന്ന കാരണം പറഞ്ഞാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയത്. വയോധികയായ തങ്ക എന്ന ഇവരുടെയും പേര് വെട്ടിയത് മരിച്ചുപോയി എന്ന് പറഞ്ഞാണ്. എന്തായാലും ഇരുവരും നമ്മോട് പ്രതികരിക്കും. അമ്മ, ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നേരത്തെ പേരൊക്കെ ഉണ്ടായിരുന്നു, അത് ഈ മരിച്ചുപോയി എന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞല്ലേ? മരിച്ചുപോയി പറഞ്ഞ് വെട്ടിക്കളഞ്ഞിന്റെ മകനെ അതുകൊണ്ട് ഞാൻ ഏത് പറഞ്ഞിട്ട് പറയട്ടെ എന്ന് എൻ്റെ മക്കളെ ഞാൻ ചേർത്തിട്ട് തന്നെ എനിക്ക് അറിയുള്ളൂ. ഇപ്പൊ ഈ നേരത്തെ വോട്ട് ചെയ്തതാണ്, വോട്ട് ചെയ്തതാണില്ല നേരത്തെ. ഇപ്പൊ ഈ പഞ്ചായത്ത് പോയിട്ട് ചോദിച്ചില്ലേ എന്റെ വോട്ട് എന്തിനാ വെട്ടിയെന്ന്? അപ്പൊ എന്താ അവര് പറഞ്ഞ്? അവരൊന്നും മിണ്ടിയിട്ടില്ല. ഞാൻ കേട്ട് അത് മിണ്ടിയില്ല. ഞാൻ അവരുടെ കൊണ്ട് കേൾക്കണം, എന്താ മക്കളെ എന്താണ് ഇമ്മാരി എന്ത് ചെയ്തത് കേട്ടു. അപ്പം മക്കളെ അവരുടെ ഒന്നും ചെറുപ്പം പോലും അവർ മിണ്ടിയില്ല. ഞാൻ അറിഞ്ഞു വന്നു. ഈ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ പേര് വെട്ടിയത്. ജീവനോടെ ഇരിക്കുന്ന എന്നെ എന്തിനാണ് മരിച്ചു എന്ന് പറഞ്ഞ പേര് വെട്ടിയെന്ന് ചോദിച്ചോ? ഞാൻ ചോദിക്കാൻ തന്നെ ചോദിക്കുമ്പോഴേക്ക് അതുകടെ വെപ്പിടുത്തം കൊള്ളണു. എന്താ അമ്മനിങ്ങനെ പറഞ്ഞു, എന്താ അമ്മനിങ്ങനെ പറഞ്ഞു അവരെ പറയുന്നു. പിന്നെ ഞാൻ എന്താ മക്കളെ ചോദിക്കാനുള്ളത്? അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതിനെ കൊണ്ട് ഒന്നും വേണ്ടിയില്ല മകന്, അതിനൊന്നും അറിയില്ല. അവിടെ പോയി ചോദിച്ചിട്ട് ഉദ്യോഗസ്ഥരൊന്നും പറയുന്നില്ല അല്ലേ? ഒന്നും പറയുന്നില്ല. ഈ രമേശ്, നിങ്ങളുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? ഞാനും ഈ ഇടയ്ക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ സുധീർ എന്ന നമ്മുടെ കൂട്ടുകാരൻ തന്നെയാണ് അവ വന്ന് വോട്ട് ലിസ്റ്റിൽ പേരില്ല, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് വരെ ഞാൻ വോട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പഞ്ചായത്തിൽ പോയി ചോദിച്ചപ്പോൾ സെക്രട്ടറിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അവിടെ പറഞ്ഞാൽ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ആരും വലിയ മിസ്റ്റേക്ക് വന്നെന്ന് കഴിഞ്ഞാൽ അത് ഞങ്ങളൊന്ന് എൻക്വയറി നടത്തിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അറിയുള്ളൂ. മരിച്ചു എന്ന പേരിലാണ് വെട്ടിയിരിക്കുന്നത് അല്ലേ? മരിച്ചു എന്നുള്ള പേരിലാണ് വെട്ടിയിരിക്കുന്നത്. ഡെത്ത് എന്നാണ് എഴുതി കാണിക്കുന്നത് അതിൽ വോട്ട് ലിസ്റ്റിൽ. അതാ വല്ലാത്ത വിഷമം. ഒരു മരിച്ച് ജീവനോടുള്ള ഒരാളിനങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അത് അറിഞ്ഞിട്ടാണോ അറിഞ്ഞാണോന്നുള്ളൊരു സംശയമുള്ളൂ. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവരെന്താ പറയുന്നത്? അവർ ഞങ്ങൾക്ക് തന്ന റിപ്പോർട്ട് പ്രകാരമാണ് ഇവിടെ ഞങ്ങൾ ഇങ്ങനെ പേപ്പർ ഡെത്ത് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിവിടെയുള്ള ആശാ വർക്കറോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറിൻ്റെ അടുത്ത് ഞങ്ങളൊന്ന് അന്വേഷിച്ച് മനസ്സിലാക്കട്ടെ. ചിലപ്പോൾ ഒരു വർഷം മുമ്പ് എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ പേരിൽ ആൾ മാറിയിട്ട് ഇവർ വെട്ടിയതാണൊന്നും അറിയില്ല. പറയാം ആ പുള്ളിക്ക് ചേട്ടനുകാരന് ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടോ ഇല്ല. പക്ഷേ ഇതില്ല. കഴിഞ്ഞ ലോക്സഭ വരെ ഞാൻ 10-15 വർഷമായിട്ട് വോട്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്താ വോട്ട് നമ്മുടെ ലിസ്റ്റ് വെട്ടാൻ കാരണം എന്ന് ഞാൻ ചോദിച്ച അപേക്ഷ കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ അവർ ചെയ്യട്ടെ. അമ്മ, ഈ വോട്ട് ഇല്ലാതായി എന്ന് പറഞ്ഞപ്പോൾ സങ്കടം തോന്നിയോ? വോട്ടില്ല പറയുന്നത് സങ്കടം. 10 ഉറുപ്പിൻ്റെ കാല് എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഇനി സമ്പാദിക്കാൻ പോവോ ഞാൻ? നിങ്ങൾ എൻ്റെ മക്കൾ എന്താ പറഞ്ഞോളി, ഞാനും സമ്പാദിക്കാൻ പോവോ? ആ 10 ഉറുപ്പ്യ കിട്ടി എഴുതിണ്ടോ ഇപ്പഴങ്ങി നനയ്ക്കുമ്പോൾ ചൂടുവെള്ളം കുടിക്കാൻ പോകും. അതിന് ഒരു കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യാൻ? പിന്നെ ഒരു കുട്ടി കൊണ്ടുവന്നിട്ടാണ് ഇവർ മാനം മര്യാദ ചത്താത്ത ഇറ്റലിലേക്ക് കുറച്ച് കിടക്കാൻ വേണ്ട. അപ്പോൾ ഇറ്റലി വഴിയുണ്ടെങ്കിൽ ഇറ്റലിയില്ലേ? ഈ സാങ്കേതികമായ പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് ഈ വിശദീകരണം നൽകുന്നത്. എന്തായാലും ജീവിച്ചിരിക്കുന്ന 2 പേരെയാണ് മരിച്ചു എന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.
ഈ പ്രായത്തിൽ ഒരു വോട്ട് പോയതിൽ അവരുടെ വിഷമം വിഷമം, അതെ അതെ. അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. യെസ്, എന്തായാലും വിശദാംശങ്ങൾ തേടാം. സാജിദ് അജ്മൽ തത്സമയം ചേരുന്നുണ്ട്. സാജിദ്, പാലക്കാട് വോട്ടർ പട്ടികയിൽ നടക്കുന്ന മറിമായങ്ങളൊക്കെ നമ്മൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ തോന്നുന്നു. മരിച്ച ആളുകളെയൊക്കെയാണ് ഇപ്പോൾ, ക്ഷമിക്കണം, ജീവിച്ചിരിക്കുന്ന ആളുകളെയൊക്കെയാണ് മരിച്ചെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നത്. അതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതൊരു തരത്തിൽ നമുക്ക് ഫീൽഡിൽ നിന്നൊക്കെ വെരിഫിക്കേഷൻ ആവശ്യമാണ്. അതൊന്നും കൺസിഡർ ചെയ്യാതെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്? ഇനിയിപ്പോൾ കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പോൾ ഇവരെ തിരികെ വോട്ടർ പട്ടികയിൽ എത്തിക്കാൻ കഴിയുമോ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ്? ജിൽസി സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. വയോധികയായ അമ്മ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. അവർ വളരെ നിർധനമായ ഒരു ജീവിതമാണ്. തങ്ങളുടെ ഒരു ധൈര്യമായി ഉണ്ടായിരുന്നത് വോട്ടാണ്. അത് നഷ്ടപ്പെട്ടതിന്റെ വേദനയാണ് അവർ പറയുന്നത്. അതോടൊപ്പം 34 വയസ്സ് മാത്രമുള്ള ഒരു കൂലിപ്പണിക്കാരനായ രമേശിന്റെ പേരും സമാനമായ കാരണം പറഞ്ഞാണ് വെട്ടിയിരിക്കുന്നത്. ഇത് ഫീൽഡ് വെരിഫിക്കേഷനിൽ വന്ന പിഴവാണ് എന്നുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്. ഇത്ര നിസ്സാരമായാണോ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തുന്നത് എന്ന ഒരു ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. 34 വയസ്സുള്ള ഒരാൾ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ വന്ന് ഈ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പിക്കാനുള്ള ബാധ്യത BLOമാർക്കുണ്ട്. അതൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഈ അമ്മ പഞ്ചായത്ത് ഓഫീസിൽ പോയി ഈ ജീവിച്ചിരിക്കുന്ന എന്നെ മരിച്ചു എന്ന് പറഞ്ഞ് എന്തിന് വെട്ടിക്കളഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അല്ലെങ്കിലും ആ അമ്മയോട് ഉദ്യോഗസ്ഥർ എന്താണ് പറയുക? നിങ്ങൾ മരിച്ചുപോയി എന്ന് ഞങ്ങൾ വിചാരിച്ചു എന്ന് പറയാൻ കഴിയുമോ? എന്തായാലും അതിൽ വലിയൊരു പിഴവ് സംഭവിച്ചു എന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നുണ്ട്. അത് ഈ മാസം 22-നകം തന്നെ ഹിയറിംഗ് നടത്തി അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. രമേശിന്റെ കാര്യം ഒരു പരിധിവരെ അതിന്റെ പ്രോസസ്സ് നടന്നു വരുന്നു. തങ്കയുടെ കാര്യത്തിലും എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നത്. സൈഫുദ്ദീൻ, ജിൽസി.